Hi all and welcome back to our channel. So this is our ethical hacking series in the continuation video. We have playlist ethical hacking in the complete tutorial videos upload total 14 videos. But after that contents contents stop last day cyber security start include complete roadmap video create. So after that roadmap helpful series restart ചെയ്യുന്നത്. സോ ഇതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ ഇനി ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ജസ്റ്റ് ചാനൽ ഒന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് നിങ്ങളെ എത്തിക്കൽ ഹാക്കിംഗ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോകും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എത്തിക്കൽ ഹാക്കിംഗ് ക്ലാസ്സിൽ കംപ്ലീറ്റ്ലി കാണിച്ചു തരുന്നത് നമ്മൾ ഒരു ലാബ് വെബ്സൈറ്റാണ്. പോർട്സുഗർ അക്കാഡമി എന്ന് പറഞ്ഞിട്ടുള്ള ലാബ് വെബ്സൈറ്റാണ്. സോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അല്ല നിങ്ങൾക്ക് എങ്ങനെയാണ് ലൈവ് സൈഡിൽ എങ്ങനെയാണ് ഒരു വൾനറബിലിറ്റി ഫൈൻഡ് ചെയ്യേണ്ടത് എന്നറിയണമെങ്കിൽ നമ്മൾ ഒരു ബഗ് ബൗണ്ടി കോഴ്സ് റൺ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ഈ ഒരു പറയുന്ന വൾനറബിലിറ്റീസ് എല്ലാം റിയൽ സൈഡിൽ എങ്ങനെ ഫൈൻഡ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ അതിൽ കവർ ചെയ്യുന്നുണ്ട്. സോ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സപ്പ് നമ്പറുണ്ട്. ജസ്റ്റ് അതിൽ മെസ്സേജ് ഇട്ടാൽ മതി. അതിൻ്റെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. സോ നമ്മുടെ എത്തിക്കൽ ഹാക്കിംഗ് സീരീസിൽ ലാസ്റ്റായിട്ട് നമ്മൾ പറഞ്ഞു നിർത്തിയ വൾനറബിലിറ്റി SSRF ആയിരുന്നു. സോ നിങ്ങൾ ഈ ഒരു മുമ്പത്തെ വീഡിയോസ് കണ്ടില്ലെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ്ലി കണ്ടതിന് ശേഷം ആ ഒരു സീരീസ് ഫസ്റ്റ് മുതൽ നിങ്ങൾ കണ്ട് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, സോ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന വൾനറബിലിറ്റി ഫയൽ അപ്ലോഡ് വൾനറബിലിറ്റിയാണ്. സോ ഇതിൽ നമ്മൾ എന്താണ് ഫയൽ അപ്ലോഡ് വൾനറബിലിറ്റി, അത് എന്തുകൊണ്ട് വരുന്നു, നമുക്കതെങ്ങനെയാണ് ഫൈൻഡ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അതിനെ എങ്ങനെ ബൈപ്പാസ് ചെയ്യണം, ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ എന്താണ് ഫയൽ അപ്ലോഡ് വൾനറബിലിറ്റി എന്ന് പറഞ്ഞുതരാം. ഫയൽ അപ്ലോഡ് വൾനറബിലിറ്റി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫയൽ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഒരു സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പ്രൊഫൈൽ പിക്ചർ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോം സബ്മിറ്റ് ചെയ്യുന്ന ടൈമിൽ അവിടെ നിങ്ങൾക്ക് ഇമേജസും കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. സോ ഇതുപോലത്തെ ഫയൽ അപ്ലോഡ് ഫീച്ചേഴ്സ് ഒരു ഓൾമോസ്റ്റ് എല്ലാ വെബ്സൈറ്റിലും ഈ ഒരു ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഈ ഒരു വെബ്സൈറ്റിൽ നമ്മൾ ഫയൽ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ ആ ഒരു അപ്ലോഡ് ചെയ്യുന്ന ഫയൽ എന്ത് ടൈപ്പ് ഫയലാണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ കണ്ടൻസ് അതുപോലെ തന്നെ അതിൻ്റെ സൈസ് ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വാലിഡേറ്റ് ചെയ്യാത്തത് കൊണ്ട് വരുന്ന ഒരു വൾനറബിലിറ്റിയാണ് ഈ ഒരു ഫയൽ അപ്ലോഡ് വൾനറബിലിറ്റി എന്ന് പറയുന്നത്. സോ പിന്നെ ചില കേസസിൽ അവർ പ്രോപ്പറായിട്ടൊരു ഇംപ്ലിമെൻറ്റേഷൻ ചെയ്തിട്ട് ബേസിക്കായിട്ടൊരു ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ബട്ട് നമുക്ക് ആ ഒരു ആസ് ആൻ ഹാക്കർ നമുക്കതിനെ ബൈപ്പാസ് ചെയ്ത് നമുക്ക് മലീഷ്യസ് ആയിട്ടുള്ള ഫയൽസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. സോ ഇതിനെയാണ് നമ്മൾ ഫയൽ അപ്ലോഡ് വൾനറബിലിറ്റി എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ഫയൽ അപ്ലോഡ് വൾനറബിലിറ്റി വരുന്നത് എന്നുള്ള കാര്യം ഇവിടെ അവർ തന്നിട്ടുണ്ട്. സോ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രോപ്പറായിട്ടൊരു ഫയൽ അപ്ലോഡ് ചെയ്യുന്നതിന് റെസ്ട്രിക്റ്റ് ചെയ്യാത്തതുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റ് പ്രോപ്പർലി ചെക്ക് ചെയ്യാത്തത്, അതുപോലെ തന്നെ പ്രോപ്പറായിട്ടൊരു ഇംപ്ലിമെൻറ്റേഷൻ പ്രൊവൈഡ് ചെയ്യാത്തത്, ഒരു ബേസിക് ആയിട്ടുള്ളൊരു ബ്ലാക്ക് ലിസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അതിനെ ബൈപ്പാസ് ചെയ്യാനുള്ള ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത് യൂസ് ചെയ്ത് നമുക്ക് ബൈപ്പാസ് ചെയ്തിട്ട് നമുക്ക് മലീഷ്യസ് ആയിട്ടുള്ള ഫയൽസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു അതുകൊണ്ടൊക്കെയാണ് ഈ ഒരു ഫയൽ അപ്ലോഡ് വൾനറബിലിറ്റി എറേസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഡീപ്പായിട്ടുള്ള കാര്യം എങ്ങനെയാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുള്ള കാര്യം ഞാൻ മുന്നോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. ജസ്റ്റ് ഇത് നിങ്ങൾ പ്രോപ്പറായി തന്നെ ഒന്ന് വായിച്ചു നോക്കുക. കാര്യം നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്ന ടൈമിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. സോ നെക്സ്റ്റ് നമുക്ക് ഈ ഫയൽ അപ്ലോഡ് വൾനറബിലിറ്റി എങ്ങനെയാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുള്ള കാര്യം ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ ഫയൽ അപ്ലോഡ് വൾനറബിലിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അവർ തന്നിരിക്കുന്ന ഒരു PHP കോഡാണ്. സോ ഈ ഒരു PHP വെബ്ഷെൽ കമാൻഡ് എന്ന് പറയും. സോ ഈ ഒരു വെബ്ഷെല്ലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് സെർവറിൽ നിന്ന് റിമോട്ട് ആയിട്ട് ഒരു റിമോട്ട് ആക്സസ് എടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ റിമോട്ട് കോഡ് എക്സിക്യൂഷൻ എന്ന് പറയും. സോ ആ ഒരു ഫയൽ ടൈപ്പ് ഫോർ എക്സാമ്പിൾ ഈ ഒരു PHP കോഡ് നമ്മൾ ഇൻജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നമ്മളിവിടെ എന്ത് പാത്താണോ കൊടുത്തത് ആ ഒരു പാത്തിലോട്ടുള്ള ഫയലിൻ്റെ ആ ഒരു ഡേറ്റാസും കാര്യങ്ങളൊക്കെ നമുക്ക് ഗെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ആൻഡ് ഇവിടെ അതുപോലെ തന്നെ ഇവിടെ തൊട്ട് താഴെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ഒരു പേലോഡ് നമ്മൾ ഇൻജക്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു കമാൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണോ കൊടുക്കുന്ന ആ ഒരു കമാൻഡ് നമുക്കിവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു രീതിയിലൊക്കെയാണ് നമ്മൾ ഈ ഒരു വെബ്ഷെൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഫയൽ അപ്ലോഡ് ത്രൂ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. സോ ഇത് പ്രാക്ടിക്കലി എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നെക്സ്റ്റ് നമുക്കൊരു ലാബ് സൈറ്റ് ഉണ്ട്. സോ അതിൽ നമുക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ നെക്സ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക.
സോ കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ഇവിടെ നമ്മുടെ ആ ഒരു ലാബ് സൈറ്റ് വന്നിട്ടുണ്ട്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റിമോട്ട് കോഡ് എക്സിക്യൂഷൻ വയ വെബ് ഷെൽ അപ്ലോഡ് എന്നാണ് ഈ ഒരു ലാബിൻ്റെ പേര്. ഓക്കെ, സോ ഈ ഒരു വൾനറബിലിറ്റി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിൽ ഇവർ തരുന്ന ആ ഒരു ലാബ് സൈറ്റിൽ പ്രോപ്പറായിട്ട് ഒരു ഫയൽ അപ്ലോഡിൻ്റെ വാലിഡേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് എന്ത് ടൈപ്പ് ഫയൽ വേണമെങ്കിലും ഇതിൻ്റെ അടുത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ഫയൽ അപ്ലോഡ് നമുക്ക് എന്ത് ടൈപ്പ് ഫയൽ വേണമെങ്കിലും അപ്ലോഡ് ചെയ്യാൻ പറ്റും. സോ ഇതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു PHP ഫയൽ അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിലെ ഈ ഒരു കെയർലോസിൻ്റെ സീക്രട്ട് റീഡ് ചെയ്തെടുക്കണം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആ ഒരു ടാസ്ക്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു യൂസർ നെയിമും ക്രെഡൻഷ്യൽസും ഒക്കെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ക്രെഡൻഷ്യൽ യൂസ് ചെയ്ത് ലോഗിൻ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ സൊല്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യേണ്ട സൊല്യൂഷൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പ്രോപ്പർലി വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ലൈക്ക് കംപ്ലീറ്റ്ലി ബിഗിനറായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഞാൻ ഇവിടെ വന്നിട്ട് എക്സസ് ദി ലാബ് കൊടുക്കുകയാണ്. സോ ആക്സസ് ദി ലാബ് കൊടുക്കുന്ന ടൈമിൽ നമുക്കിവിടെ ഒരു ലാബ് സൈറ്റ് ഇവിടെ നിങ്ങൾക്ക് ഓപ്പണായി വരും. സോ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം, ലോഡായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, സോ അതുപോലെ തന്നെ ഞാൻ ഒന്ന് ബാക്കിലോട്ട് പോയിട്ട് ഈ ഒരു കോഡ് ജസ്റ്റ് ഞാൻ കോപ്പി ചെയ്യണം. ബിക്കോസ് നമ്മൾ ഈ ഒരു കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ എനിവേ 2 കമാൻഡ് ഇവിടെ കോപ്പി ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഇത് കോപ്പി ചെയ്തിട്ടുണ്ട്. സോ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുള്ള കാര്യം. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു ലൈക്ക് ലാബ് സൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ആ ലാബ് സൈറ്റ് ഇവിടെ ലോഡായി വന്നിട്ടുണ്ട്. സോ ഇതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാനുള്ള ലാബ് സൈറ്റ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മൈ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്കിവിടെ ലോഗിൻ പേജാണ് വരുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. സോ ലോഗിൻ ക്രെഡൻഷ്യൽ ഇവിടെ തന്നിട്ടുണ്ട്. സോ ജസ്റ്റ് ആ ഒരു ക്രെഡൻഷ്യൽസ് യൂസ് ചെയ്ത് നിങ്ങൾ ലോഗിൻ ചെയ്യാം. ഓക്കെ, സോ ഞാൻ ഇവിടെ ആ ഒരു ക്രെഡൻഷ്യൽസ് യൂസ് ചെയ്ത് ലോഗിൻ ചെയ്തു. സോ ഇതാണ് നമ്മുടെ ആ ഒരു വെബ് പേജ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇമേജ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ടൈപ്പ് ഫയൽ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഞാനിവിടെ ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഡെസ്ക്ടോപ്പിൽ വന്നിട്ട് ജസ്റ്റ് ഈ ഒരു ഫയൽ ഞാൻ സേവ് ചെയ്യുന്നു. ഓക്കെ, സോ ആഫ്റ്റർ ദാറ്റ് ഞാൻ ഇവിടെ ബ്രൗസ് ക്ലിക്ക് ചെയ്യുന്നു. ബ്രൗസ് ക്ലിക്ക് ചെയ്ത് നമ്മൾ ആ ഒരു ടെക്സ്റ്റ് ഫയൽ ജസ്റ്റ് ഇവിടെ അപ്ലോഡ് ചെയ്ത് നോക്കാം അപ്ലോഡ് ആവുന്നുണ്ടോ. സോ ഇവിടെ ജസ്റ്റ് അപ്ലോഡ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ഇമേജ് അപ്ലോഡ് ചെയ്യേണ്ട സ്ഥലത്ത് നമുക്ക് എന്ത് ഫയൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. കണ്ടോ, ലൈക്ക് ഹാസ് ബീൻ അപ്ലോഡഡ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, സോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ എൻ്റെ ബർബ് സ്യൂട്ട് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, സോ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു അപ്ലോഡ് ചെയ്യാനുള്ള മലീഷ്യസ് ആയിട്ടുള്ള ഫയൽ ക്രിയേറ്റ് ചെയ്യണം. സോ അതിനായിട്ട് ഞാൻ ഈ ഒരു ഫസ്റ്റ് കോഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു ഫസ്റ്റ് കോഡ് ഞാൻ യൂസ് ചെയ്യുന്നു. ഓക്കെ, ലൈക്ക് അതിന് മുമ്പ് നമുക്കൊരു വാലിഡ് ആയിട്ടുള്ളൊരു ഫയൽ അപ്ലോഡ് ചെയ്ത് നോക്കാം. സോ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യണം. സോ ജസ്റ്റ് ഇവിടെ നോക്കിയാൽ test.jpg എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. സോ ജസ്റ്റ് ഞാൻ അത് അപ്ലോഡ് ചെയ്യാണ്. ഞാൻ എൻ്റെ ബർബ് സ്യൂട്ട് ഓൺ ആക്കുന്നു. സോ ബർബ് സ്യൂട്ട് എന്താണെന്ന് അറിയില്ലെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ നമ്മുടെ ചാനലിലുണ്ട്. ജസ്റ്റ് നിങ്ങൾ അത് ചെക്ക് ചെയ്താൽ മതി. സോ ഇവിടെ ബർബ് സ്യൂട്ട് ലൈക്ക് എന്താണ് ക്യാപ്ചർ ചെയ്യുകയാണ് ഈ ഒരു റിക്വസ്റ്റ്. ജസ്റ്റ് അപ്ലോഡ് കൊടുക്കുന്നു. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു അപ്ലോഡ് ചെയ്ത ആ ഒരു റിക്വസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ജസ്റ്റ് ഞാൻ ഇത് സെൻഡ് ടു റിപ്പീറ്റർ കൊടുക്കുന്നു. ജസ്റ്റ് ഇവിടെ വന്നിട്ട് ടു ഇൻ്റർസെപ്റ്റ് റിക്വസ്റ്റ് കൊടുക്കുന്നു. സോ ഇതിൻ്റെ റെസ്പോൺസ് എന്താണെന്ന് നമുക്കറിയേണ്ടത്. സോ ജസ്റ്റ് ഫോർവേഡ് കൊടുക്കുക. ഓക്കെ, സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ വന്ന പോലത്തെ ഒരു ലൈക്ക് എന്താണ് നിങ്ങളുടെ ആ ഒരു ഫയൽ ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ മെസ്സേജാണ് വന്നത്. ജസ്റ്റ് ഫോർവേഡ് കൊടുക്കുക. ഓക്കെ, ഫോർവേഡ് കൊടുത്ത് ഞാൻ ഇൻ്റർസെപ്റ്റ് ഓഫ് ചെയ്യുന്നു. സോ ഇനി നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബാക്ക് ടു മൈ അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഇമേജ് എവിടെയാണ് അപ്ലോഡ് ആയതെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ജസ്റ്റ് ഞാനിവിടെ ആ ഒരു ഇമേജ് ഞാൻ ഓപ്പൺ ഇൻ ന്യൂ ടാബ് കൊടുക്കുന്നു. ഓക്കെ, സോ ജസ്റ്റ് ഫോർവേഡ് കൊടുക്കുന്നു. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫയൽസ് അവതാസ് test.jpg എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്ത ഫയൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ഞാൻ ജസ്റ്റ് സെൻഡ് ടു റിപ്പീറ്റ് കൊടുത്തു, ഇൻ്റർസെപ്റ്റ് ഓഫ് ചെയ്തു. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഇമേജ് നിങ്ങൾക്ക് ഇവിടെ കിട്ടി. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പെർട്ടിക്കുലർ ഫയലിന് പകരം ഞാൻ ഒരു മലീഷ്യസ് ആയിട്ടുള്ള ഒരു PHP ഫയൽ അപ്ലോഡ് ചെയ്ത് നോക്കുകയാണ്. സോ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു PHP ഫയൽ എനിക്ക് ക്രിയേറ്റ് ചെയ്യണം. സോ ഇവിടെ നോക്കിയാൽ ഞാൻ ഈ ഒരു PHP കോഡ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഫയൽ ഗെറ്റ് ചെയ്യണമാണല്ലോ. സോ ഇതാണ് ആ ഒരു PHP കോഡ്. സോ ജസ്റ്റ് PHP echo
ഫയൽ ഗെറ്റ് കണ്ടൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടൻ്റ് ആണ്, എന്ത് ഫയലാണ് നമുക്കിവിടെ റിട്രീവ് ചെയ്യേണ്ടത്. സോ ഇവിടെ തന്നിട്ടുണ്ട് നമുക്ക് എന്താണെന്ന്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹോമിൽ കാർലോസ് എന്ന് പറഞ്ഞൊരു സീക്രട്ടാണ് നമുക്ക് എടുക്കേണ്ടത്. സോ ജസ്റ്റ് ഈ ഒരു ഫോൾഡർ ഞാൻ കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തിട്ട് ഞാൻ ഇവിടെ ഈ ഒരു പാത്ത് റീപ്ലേസ് ചെയ്യുന്നു. ഓക്കെ, സോ ജസ്റ്റ് കൺട്രോൾ സേവ് കൊടുത്തു. ഓക്കെ, കൺട്രോൾ ഷിഫ്റ്റ് എസ് കൊടുത്തു. ഞാൻ ഇതിനെ PHP ആയിട്ട് സേവ് ചെയ്യാണ്. ഓക്കെ, exploit.php എന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുന്നു. ഓക്കെ, സോ നമ്മുടെ ആ ഒരു ഫയൽ ഇവിടെ സേവ് ആയി. നെക്സ്റ്റ് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് ഈ ഒരു ഫയൽ അപ്ലോഡ് ചെയ്യുകയാണ്. സോ ജസ്റ്റ് ഞാൻ ബ്രൗസ് കൊടുക്കുന്നു. ഡെസ്ക്ടോപ്പിൽ exploit.php നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫയൽ സെലക്ട് ചെയ്തു. ആൻഡ് ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുകയാണ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫയൽ അപ്ലോഡ് സക്സസ്ഫുള്ളി. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ avada/exploit.phpയിലാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. സോ ജസ്റ്റ് ഞാൻ ഇവിടെ വന്നിട്ട് ഈ ഒരു പാത്ത് കോപ്പി ചെയ്യുന്നു. ബാക്ക് ടു ലൈക്ക് അക്കൗണ്ട് കൊടുത്ത് ഓപ്പൺ ഇമേജ് ന്യൂ ടാബ് കൊടുത്ത് നോക്കാം എന്താ റിക്വസ്റ്റ്. സോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സീക്രട്ട് ഇവിടെ റീഡ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. നമുക്കിനി ബാർക്ക് ഷൂട്ടിലും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. സോ ഞാനിവിടെ റിപ്പീറ്റിൽ വരുന്നു. ഈ ഒരു avada/test.jpg ചേഞ്ച് ചെയ്തിട്ട് ഞാൻ ആ ഒരു avdas.exploit.jpg എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെൻഡ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നോക്കിയാൽ നമുക്ക് ആ ഒരു സീക്രട്ട് കിട്ടി. ജസ്റ്റ് ഇത് കോപ്പി ചെയ്യുക. ഇതാണോ സീക്രട്ട് എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ സബ്മിറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. സോ ജസ്റ്റ് ഇവിടെ വന്നിട്ട് നമ്മുടെ ആൻസേഴ്സ് ഓക്കെ കൊടുക്കുക. ഓക്കെ, സോ നമ്മുടെ ലാബ് സോൾവ് ആയി. സോ ഇതാണ് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലാതെ ഒരു വെബ്സൈറ്റിൽ നമ്മൾ ഫയൽ അപ്ലോഡ് ത്രൂ നമ്മൾ ലൈക്ക് മലീഷ്യസ് ആയിട്ടുള്ള കോഡ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ വേണമെങ്കിലും ഇത് ചെയ്യാൻ പറ്റും. ഈ ഒരു കോഡ് യൂസ് ചെയ്ത് ഈ ഒരു കമാൻഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു പർട്ടിക്കുലർ PHP കോഡ് വെച്ചിട്ട്. സോ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഞാൻ അത് കൊടുത്തു. ഇവിടെ ജസ്റ്റ് ഇത് ഞാൻ സേവ് ചെയ്യുന്നു. സോ സേവ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ആ ഒരു ഫയൽ അപ്ലോഡ് ചെയ്യാണ്. ഓക്കെ, സോ ഫയൽ അപ്ലോഡ് ചെയ്തു. ഓക്കെ, സോ ഫയൽ അപ്ലോഡ് ചെയ്തു. ഇനി ഞാൻ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഞാൻ ഇവിടെ ഇപ്പോൾ സെൻഡ് ചെയ്ത് നമുക്ക് റെസ്പോൺസ് ഒന്നും കിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു PHP കോഡ് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് വേയിലാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ കിട്ടി exploit.php. അതിനുശേഷം നമുക്ക് എന്ത് കമാൻഡാണോ എക്സിക്യൂട്ട് ആവേണ്ടത് ജസ്റ്റ് അത് ഇവിടെ കൊടുക്കുക. ഓക്കെ, സോ കമാൻഡ് ഇവിടെ വന്ന് ജസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻ കമാൻഡ് =ID എന്ന് പറഞ്ഞ് ജസ്റ്റ് കൊടുത്തു. റിസൾട്ട് വരുന്നു. ഓക്കെ, ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റിമോട്ട് കോഡ് എക്സിക്യൂഷൻ പോസിബിൾ ആണ്. ID കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ കണ്ടൻസ് എല്ലാം ലിസ്റ്റ് ചെയ്യണം. സോ ജസ്റ്റ് ഇവിടെ വന്നിട്ട് നമ്മൾ നോർമൽ ലിനക്സ് കമാൻഡുള്ളൂ, ജസ്റ്റ് അത് കൊടുക്കുക. LS കൊടുത്ത് നോക്കാം. സോ കണ്ടോ, കംപ്ലീറ്റ് ഫയൽസ് നിങ്ങൾക്ക് ഇവിടെ റീഡ് ചെയ്യാൻ പറ്റി. ഇനി നമുക്ക് എന്താണ്, നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഇത് റീഡ് ചെയ്തെടുക്കണം, സീക്രട്ട് എന്ന് പറയുന്നത്. സോ ജസ്റ്റ് ഇത് കോപ്പി ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്താണ് കാറ്റ് കമാൻഡ് യൂസ് ചെയ്ത് നോക്കാം. കാറ്റ് സോ പ്ലസ് ആ ഒരു ഫോൾഡർ കൊടുക്കാം. ഓക്കെ, സോ ജസ്റ്റ് സെൻഡ് ചെയ്യുക. കണ്ടോ, നമുക്ക് ആ ഒരു ഇത് കോപ്പി ലൈക്ക് നമുക്കിവിടെ ആ ഒരു സീക്രട്ട് ഇവിടെ കിട്ടി. സോ ഇവിടെ ഓക്കെ, സോ എനിവേ സോൾവ് ആയതുകൊണ്ട് നമുക്കിനി ഇത് പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇതുപോലെയാണ് നമ്മുടെ ഫസ്റ്റ് ലൈക്ക് റിമോട്ട് കോഡ് എക്സിക്യൂഷൻ അല്ലെങ്കിൽ ഫയൽ അപ്ലോഡ് ത്രൂ വൾനറബിലിറ്റി ഫൈൻഡ് ചെയ്യേണ്ടത്. ആൻഡ് മെയിൻ തിങ് നമ്മുടെ റിയൽ സൈഡിൽ ഇതുപോലൊരു വൾനറബിലിറ്റി ഫൈൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്കുള്ള ഓൾമോസ്റ്റ് എല്ലാ വെബ്സൈറ്റിലും പ്രോപ്പറായി തന്നെ അവർ വാലിഡേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമുക്കിതിനെ ബൈപ്പാസ് ചെയ്യാൻ നോക്കുക എന്നുള്ള കാര്യമാണ്. ഓക്കെ, അതെങ്ങനെയാണ് എന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. സോ ജസ്റ്റ് ഇവിടെ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം നമ്മുടെ ലാബ് സോൾവ് ആയിട്ടുണ്ടോ എന്ന്. ഓക്കെ, സോ സോൾവ് ആയിട്ടുണ്ട്. സോ നെക്സ്റ്റ് നോക്കാം. ഓക്കെ, സോ ഇവിടെ എക്സ്പ്ലോയിറ്റിംഗ് ഫ്ലോ വാലിഡേഷൻ ഓഫ് ഫയൽ അപ്ലോഡ് എന്ന് പറഞ്ഞൊരു ലൈക്ക് ഒരു കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ തന്നിട്ടുണ്ട്. സോ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓക്കെ, സോ ഇവിടെ അവർ പറയുന്നത് വെച്ചാൽ ലൈക്ക് റിയൽ സൈഡിലൊക്കെ ഇതുപോലത്തെ ഒരു വെബ്സൈറ്റ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിരിക്കും. ബട്ട് സ്റ്റിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിതിനെ ഈ ഒരു ഫ്ലോയെ ലൈക്ക് മെക്കാനിസത്തിനെ നമുക്ക് ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പോസിബിൾ ആണെന്നുള്ള കാര്യമാണ് ജസ്റ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ജസ്റ്റ് നിങ്ങളിതെല്ലാം ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, സോ ഇവിടെ അടുത്ത അവർ തന്നിരിക്കുന്നത് ഫ്ലോട്ട് ഫയൽ ടൈപ്പ് വാലിഡേഷൻ എന്നാണ്. ഓക്കെ, സോ ഇവിടെ ജസ്റ്റ് ഒരു സിനാരിയോ ആണ് തന്നിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ഡേറ്റ സെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ഫോം സബ്മിറ്റ് ചെയ്യുന്ന ടൈമിൽ അവർ പോസ്റ്റ് റിക്വസ്റ്റിൽ ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒരു റിക്വസ്റ്റ് ഉണ്ടോ എന്ന് നോക്കട്ടെ. ഓക്കെ, ടാർഗറ്റ്
ഓക്കെ, സോ പോസ്റ്റ് റിക്വസ്റ്റ് ഒരു പോസ്റ്റ് റിക്വസ്റ്റ് ആണ്. സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടൻറ് ടൈപ്പ്, ഓക്കെ, സോ ഇവിടെ കണ്ടൻറ് ടൈപ്പ് ഫോം ഡേറ്റ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നുണ്ടോ. ഇത് നിങ്ങളിപ്പോൾ ഒരു ലോഗിൻ ഫോമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസ്റ്റ് റിക്വസ്റ്റ് എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ കണ്ടൻറ് ടൈപ്പ് വരുന്നത് ആപ്ലിക്കേഷൻ XWW ഫോം URL എൻകോഡ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ആ ഒരു ടൈപ്പ് കിടക്കുന്നത്. സോ ഇതുപോലെ തന്നെ നമ്മൾ ഒരു എന്താണ് ഈ ഒരു സെയിം രീതിയിൽ നമ്മൾ ഒരു ഇമേജോ ഫയലോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ നമുക്കത് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യമായിരിക്കില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതുപോലെ സോ ആ ഒരു കേസിൽ ഈ ഒരു പർട്ടിക്കുലർ കണ്ടൻറ് ടൈപ്പാണ് പ്രിഫർ ചെയ്യുന്നുള്ള കാര്യമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ജസ്റ്റ് അത് വായിച്ചു നോക്കാം. സോ ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, സോ കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു എങ്ങനെയാണ് ഒരു ഫോം ഡേറ്റ അല്ലെങ്കിൽ നമ്മളൊരു PNG അല്ലെങ്കിൽ JPG ഇമേജ് അല്ലെങ്കിൽ ഒരു ഫയൽ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ എങ്ങനെയാണ് ഒരു കണ്ടൻറ്റ് വാലിഡേറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം അവരിവിടെ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സബ്മിറ്റിങ്സ്, ഓക്കെ, സോ ഇവിടെ കുറച്ച് ഡേറ്റാസ് നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അതുപോലെ തന്നെ നമ്മുടെ യൂസർ നെയിം ആ ഒരു ഇമേജൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ നമ്മളെ റിക്വസ്റ്റ് ഈ ഒരു രീതിയിൽ വേണം പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടൻറ് ടൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ബൗണ്ടറി എന്ന് പറഞ്ഞിട്ടൊരു കുറച്ച് നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആഫ്റ്റർ ദാറ്റ് കണ്ടൻറ് ഡിസ്പോസിഷൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഫയൽ ടൈപ്പ് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഫോം ഡേറ്റ ആണ്, അതിൻ്റെ ആ ഒരു എന്താണ് ഹെഡേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഇമേജാണ്, അതുപോലെ തന്നെ ഫയൽ നെയിം. തൊട്ട് താഴെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടൻറ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെർട്ടിക്കുലർ ഡേറ്റയുടെ കണ്ടൻറ് ടൈപ്പ് എന്താണ് എന്നുള്ള കാര്യം ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നെക്സ്റ്റ് ഒരു ഹെഡർ, ആ ഒരു കണ്ടൻറ് ഡിസ്പോസിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഹെഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഡേറ്റ എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ നെയിം എന്താണ്, ഇത് സെർവറിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇതിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ തൊട്ട് താഴെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കണ്ടൻറ് ഇവിടെ തന്നിട്ടുണ്ട്. സോ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ലൈക്ക് ഈ ഒരു ടൈപ്പ് അല്ലെങ്കിൽ ഇമേജ് അപ്ലോഡ് അല്ലെങ്കിൽ വലിയ ബൈനറീസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആകുന്ന ഡേറ്റാസ് സെൻഡ് ചെയ്യുന്നത്. സോ ഈ ഒരു രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ടൈമിൽ സെർവറിന് എന്ത് കണ്ടൻറ് ടൈപ്പാണ് എന്നുള്ള കാര്യം പെട്ടെന്ന് തന്നെ ലൈക്ക് മനസ്സിലാവാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ജസ്റ്റ് നിങ്ങൾ പ്രോപ്പറായി ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയതല്ല. ഓക്കെ, സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബാക്കി അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്, ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ജസ്റ്റ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു പ്രോപ്പറായിട്ടൊരു ഫയൽ അപ്ലോഡ് കണ്ടൻറ് ടൈപ്പ് റെസ്ട്രിക്ഷൻ ഉള്ള ഒരു വെബ്സൈറ്റ് എങ്ങനെ അല്ലെങ്കിൽ ഫയൽ അപ്ലോഡ് എങ്ങനെ ബൈപ്പാസ് ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, സോ വെബ് ഷെൽ വയ കണ്ടൻറ് ടൈപ്പ് റെസ്ട്രിക്ഷൻ ബൈപ്പാസ്. സോ ഇൻ ദിസ് ലാബ് vulnerable image upload it attempt prevent user from unexpected file type. ഓക്കെ, സോ ഇവിടുത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ ഒരു കണ്ടൻറ് ടൈപ്പ് വച്ചിട്ട് നമുക്ക് ഫയൽ അപ്ലോഡ് ചെയ്യുന്നതിന് അവർ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ലൈക്ക് ഇതിലും നമുക്ക് എന്താണ് ഈ ഒരു പെർട്ടിക്കുലർ സീക്രട്ട് തന്നെയാണ് നമുക്ക് റിട്രീവ് ചെയ്യേണ്ടത്. എനിവേ ഞാൻ ഇവിടെ ആക്സസ് ലാബ് കൊടുക്കുന്നു. സോ ഇവിടെ നമ്മുടെ ആ ഒരു ലാബ് ലോഡായി വരും. എന്നിട്ട് നമുക്ക് നേരത്തെ പോലെ തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്ത് നോക്കാം ഓരോ ഇമേജായിട്ട്. ആൻഡ് ഇവിടെ ലോഗിൻ ക്രെഡൻഷ്യൽസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ബട്ട് എനിവേ നമ്മൾ ആ ഒരു സൈറ്റ് ലോഡായി വരട്ടെ. സോ ഇവിടെ ലോഡായി വന്നിട്ടുണ്ട്. സോ ജസ്റ്റ് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ അക്കൗണ്ടിലോട്ട് ലോഗിൻ ചെയ്യുക ഈ ഒരു ക്രെഡൻഷ്യൽസ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, സോ ജസ്റ്റ് ഇവിടെ ഒരു യൂസർ നെയിം പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ ഇൻ്റർഫേസ് വന്നു. സോ നമുക്ക് നേരത്തെ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ നമുക്കിവിടെ ഒരു ടെക്സ്റ്റ് ഫയൽ അപ്ലോഡ് ചെയ്ത് നോക്കാം. സോ ടെക്സ്റ്റ് ഫയൽ അപ്ലോഡ് ചെയ്തു, ജസ്റ്റ് അപ്ലോഡ് ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സോറി ഫയൽ ടൈപ്പ് ടെക്സ്റ്റ് പ്ലെയിൻ ഈസ് നോട്ട് അലൗഡ്, ഓൺലി image/jpg ഓർ image/png ആർ അലൗഡ് എന്ന് പറഞ്ഞിട്ട് ഒരു എറർ മെസ്സേജാണ് നിങ്ങൾക്ക് ഇവിടെ വന്നത്. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഇവിടെ ആ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആ ഒരു കണ്ടൻറ് ടൈപ്പ് വച്ചിട്ട് അവർ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. സോ കണ്ടൻറ് ടൈപ്പ് മീൻസ് നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കണ്ടൻറ് ടൈപ്പ് വച്ചിട്ട് അവർ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ image/jpg മാത്രമേ അവർ
അക്സെപ്റ്റ് ചെയ്യൂ എന്നുള്ള രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. സോ എനിവേ ജസ്റ്റ് ഞാൻ ആ ഒരു റിക്വസ്റ്റും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ആ ഒരു റിക്വസ്റ്റ് പോകുന്നത് എന്നുള്ള കാര്യം. സോ ജസ്റ്റ് ടാർഗറ്റ് പ്രോക്സി ഓൺ ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് ഞാൻ ആ ഒരു ടെക്സ്റ്റ് ഫയൽ തന്നെ ഒന്നും കൂടെ അപ്ലോഡ് ചെയ്യുന്നു. സോ ജസ്റ്റ് അപ്ലോഡ് കൊടുക്കുക. സോ ഇവിടെ ഫോർവേഡ്. ഓക്കെ, സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ കണ്ടൻറ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ കണ്ടൻറ് ടൈപ്പ് ഉണ്ടോ, കണ്ടൻറ് ടൈപ്പ് ടെക്സ്റ്റ്/പ്ലെയിൻ ഇതാണ് കണ്ടൻറ് ടൈപ്പ്. ഇവർ ഈ ഒരു കണ്ടൻറ് ടൈപ്പ് അവർ അക്സെപ്റ്റ് ചെയ്യില്ല. സോ ജസ്റ്റ് ഞാനിവിടെ ഇൻ്റർസെപ്റ്റ് റെസ്പോൺസ് കൊടുത്ത് നമുക്ക് റെസ്പോൺസ് നോക്കാം. ഓക്കെ, ഫോർബിഡൺ ആണ് വന്നത്. ഓക്കെ, സോ ഈ ഒരു ഫയൽ ടൈപ്പ് മാത്രമേ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റൂ. ഇനി നമുക്കൊരു ഇമേജ് ഫയൽ അപ്ലോഡ് ചെയ്ത് നോക്കാം, ഒരു JPG ഫയൽ അപ്ലോഡ് ചെയ്ത് നോക്കാം. സോ ജസ്റ്റ് ഞാൻ ഇവിടെ വന്നിട്ട് ഒരു ഫയൽ test.jpg തന്നെ അപ്ലോഡ് ചെയ്യുന്നു. അതിൻ്റെ കണ്ടൻറ് ടൈപ്പ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ജസ്റ്റ് അപ്ലോഡ് കൊടുക്കുക. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ഇതിൻ്റെ കണ്ടൻറ് ടൈപ്പ് വന്നിട്ട് image/jpg ആണ്. സോ ഇത് അക്സെപ്റ്റ് ചെയ്യോ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ജസ്റ്റ് ഫോർവേഡ് കൊടുക്കുക. കണ്ടോ 200 ഓക്കെ ഫയൽ അപ്ലോഡഡ് ഈ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, സോ ഇനി നമുക്ക് മൈ അക്കൗണ്ടിൽ പോയി നോക്കാം എന്തായ സിറ്റുവേഷൻ. ഓക്കെ, സോ നമ്മുടെ ഇമേജ് ഇവിടെ അപ്ലോഡായി. ഇനി നമുക്ക് ഈ ഒരു റെസ്ട്രിക്ഷൻ എങ്ങനെ ബൈപ്പാസ് ചെയ്യാമെന്ന് നോക്കാം. സോ ഇവിടുത്തെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കണ്ടൻറ് ടൈപ്പ് വച്ച് മാത്രമാണ് അവർ ആ ഒരു ഫയൽ അപ്ലോഡ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു കണ്ടൻറ് ടൈപ്പ് വെച്ച് മാത്രമാണ് അവർ ചെക്ക് ചെയ്യുന്നത്. സോ ഇനി നമുക്ക് ഈ ഒരു കണ്ടൻറ് ടൈപ്പ് മാറ്റിയിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കണ്ടൻറ് ടൈപ്പ് കൊടുക്കാം. ബട്ട് നമ്മുടെ ഫയൽ ടൈപ്പ് എന്താണ്, PHP ഫയൽ തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്ത് നോക്കാം. സോ അതിനായിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഇൻ്റർസെപ്റ്റ് ഓഫാക്കുക. ഞാൻ നോർമലി നേരത്തെ കാണിച്ച പോലെ തന്നെ ആ ഒരു ടെസ്റ്റ് ഫയൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് നമുക്കത് സക്സസ്ഫുള്ളി അപ്ലോഡ് ആവുന്നുണ്ടോ എന്ന് നോക്കാം. സോ ജസ്റ്റ് സെലക്ട് ചെയ്തു, ഞാൻ അപ്ലോഡ് കൊടുത്തു. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ഈ ഒരു കണ്ടൻറ് ടൈപ്പ് വെച്ചിട്ടാണ് അവർ ചെക്ക് ചെയ്യുന്നത്. ഈ ഒരു കണ്ടൻറ് ടൈപ്പ് മാറ്റിയിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കണ്ടൻറ് ടൈപ്പ് നമുക്ക് കൊടുത്ത് നോക്കാം എന്താണ് ഇതിൻ്റെ റെസ്പോൺസ് എന്ന്. നേരത്തെ നമുക്ക് 403 ആയിരുന്നു റെസ്പോൺസ് വന്നിരുന്നത്. ഇനി നമുക്ക് എന്താണ് റെസ്പോൺസ് വരുന്നതെന്ന് നോക്കാം. ഓക്കെ, സോ ജസ്റ്റ് കൊടുത്തു, ഡു ഇൻ്റർസെപ്റ്റ് റെസ്പോൺസ് കൊടുത്തു, ഫോർവേഡ് കൊടുത്തു. ഓക്കെ, സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 200 ഓക്കെയാണ്. നമ്മുടെ ടെക്സ്റ്റ് ഫയൽ ഇവിടെ സക്സസ്ഫുള്ളി അപ്ലോഡ് ആയിട്ടുണ്ട്. കണ്ടോ? സോ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു റെസ്ട്രിക്ഷന് ബൈപ്പാസ് ചെയ്യാൻ പറ്റും. സോ ജസ്റ്റ് നമുക്കിനി അടുത്ത ഈ ഒരു PHP ഫയൽ ജസ്റ്റ് അപ്ലോഡ് ചെയ്യാം നമുക്ക്. എന്നിട്ട് നമുക്ക് ആ ഒരു സീക്രട്ട് ഫൈൻഡ് ചെയ്യാം. സോ ജസ്റ്റ് ഇവിടെ ആ ഒരു ആ ഒരു PHP ഫയൽ അപ്ലോഡ് ചെയ്തു. ഓക്കെ, സോ ജസ്റ്റ് ഫോർവേഡ് കൊടുക്കുക. ഇവിടെ ആ ഒരു കണ്ടൻറ് ടൈപ്പ് മാറ്റുക. നമ്മുടെ ആ ഒരു image/jpg കൊടുക്കുക. ഡു ഇൻ്റർസെപ്റ്റ് റെസ്പോൺസ്, ഫോർവേഡ്. സോ 200 ഓക്കെ. സോ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ ഈ ഒരു ഇമേജ് അപ്ലോഡ് ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഈ ഒരു ഇമേജ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ ഒരു സീക്രട്ട് റീഡ് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് ആ ഒരു ഫയൽ ഇമേജിൻ്റെ ലൊക്കേഷൻ കിട്ടി. സോ ഇനി നമുക്ക് എന്താണ് നേരത്തെ ചെയ്ത പോലെ തന്നെ ജസ്റ്റ് /?, സോ നമ്മുടെ ആ ഒരു കമാൻഡ് സോ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ആ ഒരു കമാൻഡ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഇവിടെ വന്നിട്ട് നമുക്ക് റീഡ് ചെയ്യേണ്ടത് എന്താണ്, സോ അത് ജസ്റ്റ് കോപ്പി ചെയ്യുക. home/Carlos secret. സോ ഇതാണ് നമുക്ക് റീഡ് ചെയ്യേണ്ടത്. സോ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ആ ഒരു ഇത് കൊടുക്കുക, cat ഓക്കെ. സോ ജസ്റ്റ് സെൻഡ് ചെയ്യാം. സോ നമുക്ക് ആ ഒരു സീക്രട്ട് ഇവിടെ കിട്ടി. ജസ്റ്റ് നമുക്കിവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യാം.
ഓക്കെ, സോ ഇൻകറക്റ്റ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, സോ എനിവേ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഒരു പേലോഡ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. സോ ജസ്റ്റ് ഇവിടെ ചേഞ്ച് ചെയ്യുക, നമുക്ക് ഈ ഒരു പാത്ത് ഇവിടെ കൊണ്ടിട്ട് കൊടുക്കാം. സോ ഈ ഒരു പേലോഡ് കൊടുക്കുമ്പോൾ ഡയറക്റ്റ് ആ ഒരു ആക്സസ് കിട്ടും ഫയലിൻ്റെ. സോ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ആ ഒരു ഫയൽ അപ്ലോഡ് ചെയ്യുക. അതിന് മുമ്പ് ഇൻ്റർസെപ്റ്റ് ഓൺ ചെയ്യുക. സെലക്ട്, അപ്ലോഡ്, ഫോർവേഡ്. സോ കണ്ടൻറ് ടൈപ്പ് ചേഞ്ച് ചെയ്യുക, നമ്മുടെ ആ ഒരു ഇമേജ് /jpg കൊടുക്കുക. ഓക്കെ, സോ 200. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആ ഒരു ലൊക്കേഷൻ. ഫോർവേഡ്, ജസ്റ്റ് നമുക്ക് ആ റിപ്പീറ്ററിൽ പോവാം. ജസ്റ്റ് ഇത് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഫയൽ കൊടുക്കാം. ഓക്കെ, സോ ഇപ്പം നമുക്കൊരു സീക്രട്ട് കിട്ടി. ഇനി നമുക്ക് ഇതുകൊണ്ട് പേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമ്മുടെ ലാബ് ഇവിടെ സോൾവ് ആയി. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു റെസ്ട്രിക്ഷൻ ലൈക്ക് ഒരു ഫയൽ അപ്ലോഡ് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ അതിൽ ബൈപ്പാസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എന്താണ് ഫയൽ അപ്ലോഡ്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു ഫയൽ അപ്ലോഡ് ബൈപ്പാസ് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇതൊക്കെ ലൈവ് സൈറ്റിൽ എങ്ങനെയാണ്, നമ്മൾ ലൈവ് സൈറ്റിൽ വരുമ്പോൾ ഈ ഒരു ലൈക്ക് സ്റ്റെപ്സ് ആണെങ്കിൽ പോലും ഇതിൻ്റെ എൻ്റയർലി ഡിഫറൻസ് ഉണ്ട്. നമുക്ക് ഫയൽ എക്സ്റ്റൻഷൻ ലൈക്ക് ഡബിൾ എക്സ്റ്റൻഷൻസ് ഒക്കെ വെച്ചിട്ട് ബൈപ്പാസ് ചെയ്യാൻ പറ്റും. സോ മൾട്ടിപ്പിൾ വേസ് ഉണ്ട്. സോ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ ബഗ് ബൗണ്ടി കോഴ്സിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ അകത്ത് നമ്മൾ റിയൽ സൈഡിൽ എങ്ങനെയാണ് ഓരോ വണ്ണബിലിറ്റി ഫൈൻഡ് ചെയ്യുന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വോയിസ് കമാൻഡ് ഇൻജെക്ഷൻ ആണ്. സോ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം. സോ അതുവരെ ജസ്റ്റ് ലൈക്ക് ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുക. അക്കൗണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്യുക ആൻഡ് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ.